തന്നെ മനസ്സിലാക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷപ്പെടുത്താനും അവരുടെ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്താനും വേണ്ടിയിട്ട് ഒരു ഡാൻസുമായിട്ട് രണാസുന വന്നിട്ടുണ്ട്. അപ്പോൾ 3 മണി വരെ ഏകദേശം ബാർ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണാസുന സബ്സ്ക്രൈബേഴ്സിന് മറക്കാൻ പാടില്ല, കാരണം അവരെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടുള്ളല്ലേ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പോഴാണ് ദേ വന്ന് കിടക്കുന്നു ഒരു ഡാൻസ്. അപ്പൊ ഇത് കാണാനും ഇത്ര ദാരിദ്ര്യമുള്ള ആൾക്കാരുണ്ടെന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ്. കാണിക്കുന്ന ഈ ഒരു കൂത്താട്ടത്തിന് എന്താണ് പറയാൻ? ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവർക്ക് വേണ്ടതൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഈ ഒരു സ്ത്രീയെ എന്താണ് പറയാനുള്ളത്? ഇതുപോലെ പല ആൾക്കാരും കാണിക്കുന്നുണ്ട്. അതൊക്കെ മറ്റുള്ള ആളുകളുടെ പൈസയാണ്, അല്ലാണ്ട് സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന പൈസയൊന്നും അല്ല. കുറെ ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇടുമ്പോൾ അന്ന് തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇവരുടെ അതേ ഗണത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരിക്കും അത്, വേറെ ആരുമല്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്, പച്ച തെറി വിളിക്കുന്ന ആൾക്കാർ ഇവരുണ്ട്, കുടുംബത്തിനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സ്ത്രീയുടെ നിലവാരം എത്ര ഉണ്ടോ അതേപോലെ തന്നെയാണ് ആ കമന്റ്സ് ഇടുന്നവരുടെ നിലവാരം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഒരു കലാകാരന്റെ പേര് വെച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഇവർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇവർക്ക് പണമാണ് മെയിന്. പണത്തിനപ്പുറം ഇവർ ആർക്കും ഒരു വില കൊടുത്തിട്ടില്ല. അത് ഇനി മക്കൾക്കാണെങ്കിലും ശരി തന്നെ, അവർക്ക് പണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവർക്ക് യാതൊരുവിധ ആത്മാർത്ഥതയും ഒരു വ്യക്തികളോടും ഇല്ല. ഒരു പെയ്ഡ് പ്രൊമോഷൻ, അതായത് ഒരു കണ്ട ആണുങ്ങളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ആ ഒരു പൈസയിലാണ് ഇവര് അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനാണ്? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു കൊല്ലം സുധിയുടെ ഭാര്യ ആയിരുന്ന സമയത്ത് നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാണ്ട് ഇപ്പൊ അയാൾ മൺമറിഞ്ഞു പോയതിനു ശേഷം കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ലൈവിലൊക്കെ വന്നിരുന്ന് കാണിക്കുന്നത്. ഇതിനൊക്കെ എന്ത് പറയാനാണ്? സത്യം പറഞ്ഞാല് ഇതുപോലെ കുറെ പെണ്ണുങ്ങളുണ്ട്, കുറെ മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ തുടങ്ങിയിട്ട് അതിനകത്ത് ഇതുപോലെ ആണുങ്ങൾക്ക് പലതും കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. അതിന് അപരാധങ്ങൾ അങ്ങനെയാണല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്നത്. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഏത് ഗണത്തിൽ പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിട്ടും 2 മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാം. നിങ്ങൾക്ക് ആ ഒരു വാക്ക് പറയുമ്പോൾ ഒരു അല്പം പോലും യോഗ്യതയില്ല. അത് മനസ്സിലാക്കിയെന്ന കൊള്ളാം. ഒട്ടും യോഗ്യതയില്ല. നിങ്ങൾ മക്കളെ പോറ്റുന്നല്ല, മക്കളെ പോറ്റുന്ന അമ്മമാര് പലയിടത്തും ഉണ്ട്. വീട്ടു ജോലി ചെയ്തും കടകളിൽ പോയി നിന്നും ജോലി ചെയ്തിരുന്ന അമ്മമാരുണ്ട്, അല്ല നിങ്ങളെ പോലെയല്ല. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ എനിക്ക് മെറ്റ് തന്നതാണ്. മെറ്റ് എല്ലാവർക്കും കൊടുക്കണ്ട്. മെറ്റ് ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർക്കും ഇനി സബ്സ്ക്രിപ്ഷൻ കൊടുക്കണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല തന്നിട്ടുള്ളത്. മെറ്റിക്ക് പിന്നെ സബ്സ്ക്രിപ്ഷന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ കാണിക്കണ്ട്. പതിയെ കുറച്ച് കാണിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് പിന്നെ അതാണ് ഈ തുടക്കം ഇങ്ങനെ ഉണ്ടായിരുന്നത്. ആദ്യം കുറച്ച് കാണിക്കാം, പിന്നെ കുറച്ച് കാണിക്കാം, പിന്നെ കുറച്ച് കാണിക്കാം, പിന്നെ അങ്ങനെ വന്നിട്ട് അവസാനം ലാസ്റ്റ് എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നതെന്ന് ദൈവത്തിന് തന്നെ അറിയാം. എന്തായാലും സുധിയുടെ പേര് ഈ സ്ത്രീ ഇല്ലാണ്ടാക്കി. ഒന്നാമത് അയാൾക്ക് കുറച്ച് പേര് മോശമായിട്ടുണ്ടായിരുന്നു. ആ ഒരു പേരിൽ കൂടി ഈ സ്ത്രീയും കൂടി കയറി ചെന്നിട്ട് മോശമാക്കിയിട്ടുണ്ടായിരുന്നു. സത്യം ഈ അതിശയം തോന്നുന്നു. വാവൂട്ടനായിരുന്നു, പിന്നെ സുധിച്ചേട്ടനായിരുന്നു, ഇപ്പൊ സുധി. ഇനി അടുത്ത് കുറച്ചും കൂടി കഴിയുമ്പോൾ ആ പേരും കാണത്തില്ല. അതാണ് ഇനിയിപ്പോ ഇൻഷുറൻസ് പൈസയൊക്കെ വരാണ്ടല്ലോ, അത് കഴിയുമ്പോൾ കാണാം എന്തൊക്കെയാണ് എന്ന്. അതുവരെ ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് ഒക്കെ പിടിച്ചു വെച്ച് കാണിക്കും. ഈ ഒരു സ്ത്രീ ഉദ്ദേശിക്കുന്നത് ശരീര പ്രദർശനം. ആ ഒരു ശരീര പ്രദർശനത്തിലൂടെ ക്യാഷ് ഉണ്ടാക്കുക. ഇത് അവരുടെ മനസ്സിനകത്ത് ഇത് സന്തോഷം കൊള്ളുന്നുണ്ട്. കാരണം ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് എമൗണ്ട് കൂടുതൽ കിട്ടും, സബ്സ്ക്രൈബർ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പല കാര്യങ്ങളും കാണിച്ചാൽ മാത്രമേ ഇനി നിലനിൽക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ബോധം മനസ്സിനകത്ത് ഇങ്ങനെ വന്നു. കാരണം പൈസ വിട്ടുള്ള ഒരു കളിയില്ല. അവർ പല ആണുങ്ങളുടെയും വീട്ടിൽ കൊടുക്കേണ്ട പൈസയാണ് ഈ സ്ത്രീയുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോലാന്ന് പറഞ്ഞ 2 കാര്യങ്ങളൊന്ന് കണ്ടിട്ട് പോകുന്നത്. ഇതിൽ എന്ത് സന്തോഷം അടക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടില്ല. ഈ ആണുങ്ങൾക്ക് ദാരിദ്ര്യമാണ് മനസ്സിലാകുന്നതിൽ എത്രയ്ക്ക് ചിന്തിച്ചിട്ടേ ഇത് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഒരു തരത്തിലുള്ള ആൾക്കാർ ഉണ്ടെന്ന് അറിയുമ്പോഴാണ് ഭയങ്കര ഒരു അതിശയം തോന്നുന്നത്. കാരണം ഇത്രയ്ക്ക് ലൈംഗിക ദാരിദ്ര്യമാണോ ഈ ഒരു കേരളത്തിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇതിൽ കുറെ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ കാണും. കാരണം അവർക്കൊന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ വന്നിങ്ങനെ കാത്തിരിക്കും. പക്ഷെ എന്നാലും രണാസുനെ വിടത്തില്ല. രണാസുനെ ഇനി അടുത്ത് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇനി ചെയ്യുന്നതായിരിക്കും. കാരണം ഇത്രയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഇതിൽ നിന്നും തരം താഴ്ന്നു പോകും. അത് ഉറപ്പാണ്. ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ.